സോ നമ്മൾ കഴിഞ്ഞ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് നല്ല രീതിയിലുള്ള റീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാർ അതിൻ്റെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോസ് നമുക്ക് വേണമെന്നുള്ളത്. അതിൽ കുറച്ച് ആൾക്കാർ വേറെ ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മളൊരാളോട് സംസാരിക്കുന്ന സമയത്ത് ആ ആൾ നമ്മളെ വീണ്ടും കാണുമ്പോൾ റിമെമ്പർ ചെയ്യണം. ആ ഒരു രീതിയിൽ ആളായിട്ട് എങ്ങനെ നമ്മൾ കണക്റ്റ് ആവും, അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ ഒരു സംശയങ്ങൾക്ക് എല്ലാത്തിനുള്ള സൊല്യൂഷനായിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, സിമ്പിളാണ്. നമ്മൾ ഒരാളെ പെട്ടെന്ന് കാണുകയാണ്. ഞാൻ ഉദ്ദേശിച്ച് നമ്മൾ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ഒന്നുമല്ല പറയുന്നത്. നമ്മൾ പുതിയതായിട്ട് ഒരാളെ മീറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ അധികം പരിചയമില്ലാത്ത ഒരാളെ മീറ്റ് ചെയ്യുകയാണ്, നമ്മളൊരു ഓഫീസിൽ ഇൻ്റർവ്യൂവിന് എന്തെങ്കിലുമൊക്കെ പോവാണ്, ഓഫീസിൽ നമ്മൾ ആൾക്കാരെ വലിയ വലിയ ആൾക്കാരെ കാണുകയാണ്. അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മാനേഴ്സ് ഉണ്ട്. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പാലിക്കേണ്ട കുറച്ച് മാനേഴ്സ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു 6 എണ്ണമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ദാറ്റ്സ് അവർ ടുഡേയ്സ് വീഡിയോ. വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ബിഗിൻ. ഒന്നാമത്തെ കാര്യം ഗ്രീറ്റ് വാർമിങ്സ് ആണ്. അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരാളുടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അത് ആരും ആയിക്കോട്ടെ, നമ്മൾ പെട്ടെന്ന് ഒരാളെ കാണുകയാണ്, മീറ്റ് ചെയ്യുകയാണ്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചാടി കയറി അടാ അങ്ങനെ ചെയ്യാണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയുന്നതിന് പകരം നിങ്ങൾ എന്തെങ്കിലും ഒരു ഗ്രീറ്റിങ്സ് പറഞ്ഞുകൊണ്ട് എന്താക്കാം സ്റ്റാർട്ട് ചെയ്യാം. ഹായ്, ഐ എം നിഷാൽ, ഹലോ ഐ എം നിഷാൽ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഇതൊക്കെ പറഞ്ഞിട്ട് എന്താക്കാം നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എപ്പോഴും ഗ്രീറ്റിങ്സ് പറഞ്ഞ് പറ്റുന്നത് കൈ കൊടുത്തിട്ട് നിങ്ങൾ ഹാൻഡ് ഷേക്ക് ചെയ്തതിന് ശേഷം സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. നിങ്ങളൊരു കോൺവെർസേഷൻ തുടങ്ങുമ്പോൾ വെറുതെ ചാടി കയറി പറഞ്ഞതിന് പകരം ഇങ്ങനെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ്. അത് നമ്മൾ ആദ്യം കീപ്പ് ചെയ്യേണ്ട ഒരു മാനേഴ്സാണ്. വെറുതെ ചാടി കയറിയിട്ട് അങ്ങോട്ട് പറയുന്നതിന് പകരം നമ്മൾ ഗ്രീറ്റിങ്സ് പറഞ്ഞിട്ട് എന്താക്കുക, നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലിസൺ ആക്റ്റീവ്ലി. അതായത് നമ്മൾ രണ്ടാൾക്കാർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരാൾ, ഇപ്പോൾ എക്സാമ്പിൾ ഈ 2 വ്യക്തികളെ സംസാരിക്കാമെന്ന് കൂട്ടിക്കോ. അപ്പോൾ ഇവൻക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇവനോട് പറയുമ്പോൾ ഇവന് വേറെ എന്തോ ശ്രദ്ധിക്കാമെന്ന് കൂട്ടിക്കോ. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളൊരാൾക്ക് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഓന് നിങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനാണ് നിങ്ങൾ പിന്നെയും പറഞ്ഞു കൊടുക്കും? ഒരിക്കലും ഇല്ല അല്ലേ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് അത് കറക്റ്റ് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആൾക്ക് തോന്നണം ഞാനത് കേട്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾ അതൊക്കെ വിട്ട് ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഞാൻ 2 കുട്ടികൾക്ക് സംശയം ചോദിച്ചു വരികയാണ്, ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ചോദിച്ചു വരികയാണ്. അപ്പോൾ ഒരു കുട്ടി എ എന്ന് പറഞ്ഞൊരു കുട്ടീൻ്റെ ചോദിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെ സംശയം ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, എടാ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് പറഞ്ഞ സമയത്ത് ആ സാർ അങ്ങനെയാണല്ലേ, ഓക്കെ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണല്ലേ. അപ്പോൾ ആ കുട്ടീനോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി, ആളിനെ ആക്റ്റീവായിട്ട് എന്താക്കുന്നുണ്ട്, ലിസൺ ചെയ്യുന്നത് മനസ്സിലായില്ലേ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും കുറേ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നേരെ മറിച്ച് ബി എന്ന് പറഞ്ഞൊരു കുട്ടീൻ്റെ അടുത്തേക്ക് വരികയാണ്, സാർ ഇതെന്താ ചോദിച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, ആളൊന്ന് ജസ്റ്റ് കേൾക്കുന്നു, ഞാൻ നേരെ എന്താക്കുന്നു, ഓക്കെ സാർ അതുകൊണ്ട് പോവാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താക്കും, ആ കോൺവെർസേഷൻ ഒറ്റയടിക്ക് അവിടെ നിന്ന് ജസ്റ്റ് എന്താക്കുക, ആൾ ചിലപ്പോൾ അങ്ങോട്ടോട്ട് നോക്കുന്നുണ്ടാവും, എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആൾക്ക് പിന്നെയും പറഞ്ഞു കൊടുക്കും? ഒരിക്കലും ഇല്ല അല്ലേ. സോ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ആക്റ്റീവായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരാളുടെ അടുത്തായാലും നിങ്ങളൊരാളോട് സംസാരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ അവർ നിങ്ങളടുത്ത് സംസാരിക്കുമ്പോഴായാലും ആ ആൾ പറയുമ്പോൾ ആ ഓക്കെ അങ്ങനെയാണല്ലേ. അതായത് ആൾക്ക് മനസ്സിലാവണം ഞാനത് കേൾക്കുന്നുണ്ട് എന്നുള്ളത്. അത് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം അങ്ങനെ ലിസൺ ചെയ്യാനുള്ള ആളുണ്ടെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നുള്ളത് ഉറപ്പുള്ള കാര്യം. ഇപ്പോൾ എന്നെ തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരാൾക്ക് നീ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, ആൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി വീണ്ടും കൂടുതൽ പറഞ്ഞു കൊടുക്കും. എനിക്ക് അറിയുന്ന അത്രയും ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. രണ്ടാമത് ലിസൺ ചെയ്യുക എന്നുള്ളത്, ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യമാണ് സ്പീക്ക് ക്ലിയർലി ആൻഡ് പൊളൈറ്റ്ലി. അതായത് നമ്മളൊരാളുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്ത് വെറുതെ നമ്മളെ പറയേണ്ട കാര്യം കൊണ്ട് വളവള പറഞ്ഞു ഓക്കെ വെറുതെ അങ്ങോട്ട് പറഞ്ഞു പോകാന്നുള്ളതിന് പകരം എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് മനസ്സിലാക്കി കൊടുക്കുക. 2 ആൾക്കാർ സംസാരിക്കുമ്പോൾ എനിക്ക് വേണ്ട ഒരു കാര്യം പറയണ്ട, അപ്പോൾ ഓക്കെ പറഞ്ഞ് ഒറ്റയടിക്ക് പോകാനല്ല വേണ്ടി, അത് കറക്റ്റ് മനസ്സിലാക്കി കൊടുക്കുക, കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. അത് ക്ലിയർലി ആക്കി എന്താക്കുക പറഞ്ഞു കൊടുക്കുക, ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അതും പൊളൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അടിപൊളി. കാരണം നിങ്ങൾ പുറത്തൊരാളോട് പെട്ടെന്ന് സംസാരിക്കുന്ന സമയത്ത് ആ ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് എന്താക്കുക, ഓക്കെ താങ്ക് യു, സോറി, ഇങ്ങനത്തെ വേർഡ്സൊക്കെ യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ആ ഒരു കോൺവെർസേഷൻ പൊളൈറ്റായി മാറി. പൊളൈറ്റ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മൾ എന്താക്കുക എപ്പോഴും റിമെമ്പർ ചെയ്യുന്നതാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങളൊരാളോട് സംസാരിക്കുന്ന സമയത്ത് ആ ആളെ എപ്പോഴും ഭയങ്കര ഹാർഷായി നിങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആളെ എന്തായാലും ആൾ റിമെമ്പർ ചെയ്യുക. പക്ഷേ നിങ്ങൾ നല്ല രീതിയിലായിരിക്കും മോശം രീതിയിലായിരിക്കും റിമെമ്പർ ചെയ്യുക. ഓഫ് കോഴ്സ് മോശമായിരിക്കും അല്ലേ. പക്ഷേ നേരെ മറിച്ച് നിങ്ങളോട് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ആ ആൾ സോറി കേട്ടോ അതിങ്ങനെ ആയിപ്പോയി, നിങ്ങൾ താങ്ക് യു സോ മച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പൊളൈറ്റായിട്ട് നിങ്ങളുടെ കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആളെ റിമെമ്പർ ചെയ്യില്ലേ. ഇതാണ് എന്ത് നമ്മളെ അടുത്ത കാര്യം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്.
ഓക്കെ, നിങ്ങൾ കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇൻട്രപ്റ്റ് ചെയ്യുക എന്നുള്ളത്. പ്ലീസ് 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 അവോയ്ഡ് ഇൻട്രപ്റ്റിങ്. അതായത് മക്കളെ, രണ്ട് വേഴ്സ്റ്റ് സിറ്റുവേഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ സിറ്റുവേഷൻ, രണ്ട് ആൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിലൊരാൾ ഇടയിൽ കയറിയിട്ട് എന്താക്കി സംസാരിക്കുക. നിങ്ങളെന്നെ ആലോചിച്ച് നോക്ക്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞതാണ്, നമ്മൾ രണ്ടാൾക്കാർ, ഇപ്പോൾ ഞാനും നിങ്ങളും ഫ്രണ്ട്സാണെന്ന് കൂട്ടിക്കും, നമ്മൾ രണ്ടാൾക്കാർ ഫ്രണ്ട്സ് അല്ല, എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു കൊടുക്കണം, പുറത്ത് നിങ്ങളെ മീറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ രണ്ടാൾക്കാർ സംസാരിച്ചു കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് എന്നെ അങ്ങോട്ട് ചാടി കയറിയിട്ട് അങ്ങനെ നല്ല ഇങ്ങനെ എല്ലാവരും അങ്ങോട്ട് ഇൻട്രപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ തൂക്കക്കറി വെടിയേക്കാന്നൊക്കെ പറയില്ലേ, ഇൻട്രപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് നിങ്ങളൊരാൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ആ ഒരു പറയുന്ന ആ ഒരു കാര്യം കംപ്ലീറ്റ് ആക്കാൻ പോലും സമ്മതിക്കാണ്ട് ഇടയിൽ കയറി അപ്പുറത്തേക്ക് നാളെ സംസാരിച്ച് കഴിഞ്ഞാൽ ദേഷ്യം വരുമല്ലേ. ഒരു കാരണവശാലും കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത, കോൺവെർസേഷൻ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇൻട്രപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിനേക്കാൾ വേഴ്സ്റ്റ് ആയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ട്. അതെന്താ വെച്ചാൽ, രണ്ടാൾക്കാർ സംസാരിക്കാമെന്ന് പിടിക്കും. ഇപ്പോൾ നിങ്ങളും നിങ്ങളെ ഫ്രണ്ട്സും അല്ലെങ്കിൽ നിങ്ങളെ എടുത്തേക്കുന്ന രണ്ടാളും കൂടി എന്താക്കുക, നിങ്ങൾ സംസാരിക്കാമെന്ന് പിടിക്കും. നിങ്ങൾ എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്ന ഇടയിൽ ഞാൻ കയറി വന്നിട്ട് അങ്ങനെ ഒന്നുമില്ല എങ്ങനെ അല്ലാതെ വന്നിട്ട് അങ്ങോട്ട് ചാടി കയറി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മോശപ്പെട്ട കാര്യമാണ്. ഒന്ന് നിങ്ങൾ ആലോചിച്ച്, നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ് നമ്മളെല്ലാ ആൾക്കാരും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഞാൻ ഉദ്ദേശിച്ച് നമ്മളെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവർക്കും കമ്പനി അടിച്ച് നമ്മൾ ചില ആൾക്കാർ ഊക്കിങ് കൊടുക്കാന്നൊക്കെ പറയില്ലേ, ആ സിറ്റുവേഷനിൽ നിങ്ങൾ യൂസ് ചെയ്യണമെന്നല്ല ടൈം പറഞ്ഞു, ചെയ്യണമെന്നല്ലേ പറഞ്ഞു. ആ സമയത്ത് നമുക്ക് വേറെ തന്നെയാണ്, ഇവർ നമ്മൾ വേറെ തന്നെ പഠിക്കാനുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുമ്പോൾ. ഞാൻ ഉദ്ദേശിച്ച എല്ലാമുള്ള കോമൺലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ രണ്ടാൾക്കാർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ ഇടയിൽ കയറുന്നത് അങ്ങനെ ഒന്നും ഇടങ്ങനെടാ എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുകയല്ലേ? ഓഫ് കോഴ്സ് പിടിക്കും, അതങ്ങനെയാണ്. അപ്പോൾ അതിനെക്കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരു കാരണവശാലും ഞാനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ കഥകൾ പറഞ്ഞു കുട്ടികൾക്ക്. ജസ്റ്റ് ക്ലാസ് എടുക്കല്ല, ക്ലാസ്സിന് പുറമെ കുറേ കഥകൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഈ കഥ പറഞ്ഞ സമയത്ത് ഇതിൻ്റെ ആ കോൺവെർസേഷൻ കംപ്ലീറ്റ് ആക്കാണ്ട് ഇതിനിടയിൽ കയറി ചില ആൾക്കാർ ചില കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ കോൺവെർസേഷനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളാണ് അവർ പറയുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അല്ലാണ്ട് എന്നെ ഇൻട്രപ്റ്റ് ചെയ്യാന്നിട്ട് എനിക്ക് ഭയങ്കര രീതിയിൽ എന്നെ ട്രിഗർ ചെയ്യുന്ന സംഭവം, അത് എനിക്കെന്നല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ. അപ്പോൾ ഒരു കാരണവശാലും എന്താക്കരുത്, നമ്മൾ വേറൊരാൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി ഇൻട്രപ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ടെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരോട് പെർമിഷൻ എടുക്കുക. എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് എടുത്തോട്ടെ ഒരു കോള്, അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ. അതായത് അവരോട് പെർമിഷൻ എടുത്തതിന് ശേഷം ചോദിക്കുമ്പോൾ എന്തായി ഓക്കെ. മറ്റത് അത് അങ്ങനെയല്ല, ആളെന്താണ് നമ്മൾ ആളോട് ഫൈറ്റ് ചെയ്യുന്നൊരു രീതിയിലേക്ക് മാറിപ്പോയി. അവിടുന്ന് മാറിയിട്ട് നമ്മളെന്താക്കുക, കറക്റ്റ് ആളോടൊരു പെർമിഷൻ എടുക്കുന്ന രീതിയിൽ പെർമിഷൻ എടുത്തതിന് ശേഷം എന്താക്കുക, നമ്മൾ പറയാനുള്ള കാര്യം സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരിക്കലും എന്താക്കരുത്, നമ്മൾ ഇൻട്രപ്റ്റ് ചെയ്യാൻ പാടില്ല. അടുത്ത 5ാമത്തെ കാര്യമാണ് ബി മൈൻഡ്ഫുൾ ഓഫ് യുവർ ബോഡി ലാംഗ്വേജ്. അതായത് നമ്മളെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കോൺവെർസേഷനിൽ. അതായത് എപ്പോഴും നമ്മളെ ബോഡി ലാംഗ്വേജിൽ നമ്മളെ ബോഡി എപ്പോഴും ക്ലോസ്ഡ് ആയിട്ട് വെക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. ഒരാളായിട്ട് നിങ്ങൾ സംസാരിക്കുക, അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെ ഞാൻ ഇങ്ങനെ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കാൻ നോക്കിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരിക്കലും പറയരുത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഞാനെന്തോ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലാന്നാണ് അതിനർത്ഥം. നിങ്ങൾ എന്താക്കുക, മാക്സിമം ഓപ്പൺ ആയിട്ട് ഇരുന്നിട്ട് എന്താക്കുക, സംസാരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഒരാളായിട്ട് കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കളിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് സംസാരിക്കണമെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം. എനിക്ക് നിങ്ങൾ പറഞ്ഞത് കേൾക്കണ്ട എന്നാണ് അതിനർത്ഥം. മാക്സിമം നിങ്ങൾ എന്താക്കുക, ഇങ്ങനെ തുറന്ന് ഇരുന്ന് ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ കഥ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒന്ന് നിങ്ങളെ കാണുമ്പോൾ തോന്നണം, ഓക്കെ, നിങ്ങളെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തോന്നണം അവൻ കേൾക്കാൻ റെഡിയാണ്, അവൻ സംസാരിക്കാൻ റെഡിയാണ്, അവനായിട്ട് കോൺവെർസേഷൻ ചെയ്യാൻ റെഡിയാണ്, ഇത് അവനക്ക് തോന്നണം. ആ രീതിയിൽ നമ്മളെ ബോഡി ഒന്നായിരിക്കണം ഓപ്പൺ ആയിരിക്കണം. രണ്ടാമത് നമ്മൾ ഐ കോൺടാക്ട്, ബോഡി ലാംഗ്വേജിൽ പെട്ടാണ് ഐ കോൺടാക്ട്. നിങ്ങളെപ്പോഴും ആളെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമുക്ക് രണ്ട് കണ്ണിൽ എവിടെ നോക്കി സംസാരിക്കാനുള്ള കൺഫ്യൂഷൻ, മുഖത്ത് എവിടെ നോക്കി സംസാരിക്കാനുള്ള കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ രണ്ട് പിരി കണ്ടല്ലോ, ഇതിൻ്റെ ഈ സെൻട്രലുള്ള ഈ പോയിന്റിൽ നിങ്ങൾ ഇവിടെ നോക്കി സംസാരിച്ചാൽ മതി. അപ്പോൾ ഏകദേശം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ഒരു ഫീൽ വരും. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ എന്താക്കാനും ബോഡി ലാംഗ്വേജിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. 6ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞില്ല 4ാമത് പറഞ്ഞില്ലേ ഏറ്റവും വൃത്തികെട്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ വൃത്തികെട്ട ഒരു സംഭവം തന്നെയാണ്, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് 6ാമത് ഞാൻ പറയാൻ പോകുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു കാരണവശാലും കോൺവെർസേഷൻ്റെ ഇടയിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത് പ്ലീസ്. കാരണം നിങ്ങൾ എന്നോട് സംസാരിക്കുകയാണ്, നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ എന്താക്കുക, ഫോൺ പറഞ്ഞു അങ്ങനെയാണല്ലോ, പറഞ്ഞു ഈ രീതിയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് എത്ര നിങ്ങളതൊക്കെ ഇവിടെ, അതായത് നിങ്ങൾ വേറെ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന വിട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന സമയത്ത് ഓനോട് എന്തോ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാണ്, ഓനതൊന്നും മൈൻഡ് ചെയ്യണം, അവിടെ പറയും എന്നിട്ട് ഈ ഫോണിൽ ഇങ്ങനെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വിഷമം ഉണ്ടാവും.
ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളൊരു കാര്യം, ചില ആൾക്കാർ പറയും ഞാൻ ഇങ്ങനെയാണ് കേൾക്കുക, അങ്ങനെ കേൾക്കാൻ പാടില്ല, അങ്ങനെ കേൾക്കാൻ പാടില്ല. കോൺവെർസേഷൻ നിങ്ങൾ സംസാരിക്കാൻ വന്നാണെങ്കിൽ സംസാരിക്കുക. അവിടെ ഫോണിനല്ല ഇമ്പോർട്ടൻസ്, സംസാരിക്കുന്നതിന് ഇമ്പോർട്ടൻസ്. മുഖത്ത് നോക്കി ബോഡി ലാംഗ്വേജ് എന്താക്കി കറക്റ്റാക്കി നമ്മൾ സംസാരിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഇതൊന്നും ഒറ്റയടിക്ക് ഇങ്ങനെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ഗ്രാജുവലി നിങ്ങൾ എന്താക്കണം, നിങ്ങളെ ലൈഫിൽ നിങ്ങളെ കോൺവെർസേഷനിൽ കൊണ്ടുവന്ന് മാറ്റിയെടുക്കണം. കാരണം പല സിറ്റുവേഷൻസിലും നിങ്ങളെ ബാക്കൗട്ട് ആക്കുന്ന ഒരു സംഭവമാണ് ഈ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഇത് അടിപൊളിയാക്കി കഴിഞ്ഞാൽ പല സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് മാക്സിമം നല്ല രീതിയിലുള്ള ഒരു ഉയർച്ചയിലേക്ക് എത്താൻ പറ്റും. ഒരു കാരണവശാലും നിങ്ങളൊരാളോട് സംസാരിക്കുമ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് എന്താക്കരുത്, നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. സംസാരിക്കുമ്പോൾ ആളെ എടുത്തിരുന്ന ആളെ മുഖത്ത് നോക്കിയിരുന്നാക്കുക സംസാരിക്കുക എന്നുള്ളതാണ്. സോ ഈ 6 കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള 6 മാനേഴ്സാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. കോൺവെർസേഷനിൽ ഈ ഒരു 6 നിങ്ങൾ എന്താക്കുക, ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ആ ഒരു ജേണി തന്നെ കംപ്ലീറ്റ്ലി മാറുന്നുള്ളത് ഗ്യാരണ്ടീഡാണ്. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങളെ പേഴ്സണാലിറ്റി, നിങ്ങളെ സെൽഫ് ഇമ്പ്രൂവ് ചെയ്യാൻ, നിങ്ങളെ ഏറ്റവും ബെസ്റ്റിനെ പുറത്തെടുക്കാനാണ് നമ്മളെല്ലാവരും ട്രൈ ചെയ്യുന്നത്. സോ നമ്മൾ കൂടെ നിൽക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ.